ഇത്രയും സിനിമ ഈ ആഴ്ച ഇറങ്ങിയിട്ട് ഞാൻ ഏറ്റവും ആദ്യം ടിക്കറ്റ് എടുത്തത് നുണക്കുഴി കാണാൻ വേണ്ടിയിട്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ജിത്തു ജോസഫ്, രണ്ട് ബേസിൽ ജോസഫ്. ജിത്തു ജോസഫ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഹിറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതലും ത്രില്ലർ ജോണറിലാണ് ഇങ്ങനെ ഹിറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബേസിൽ ജോസഫ് പുള്ളിയുടെ സേഫ് സോണായ കോമഡീസും. അപ്പം ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ എന്തായാലും നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പം എക്സ്പെക്ടേഷൻ ഒത്ത് കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിറങ്ങി വിടും. അത് നല്ലൊരു എന്റർടൈൻമെന്റ്. ഫുള്ളി ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ ചുമ്മാ പോയി കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന പടം. കുറേ ചിരിക്കാനുണ്ട്. നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള കോമഡിയാണ്. അല്ലാതെ ചുമ്മാ ചളിയൊന്നും മാറിയിരുന്ന അങ്ങനത്തെ കോമഡി അല്ല. നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള കോമഡി നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. KR കൃഷ്ണകുമാർ ആണ് സ്ക്രിപ്റ്റ് റൈറ്റർ. പുള്ളിയുടെ എനിക്കൊന്ന് ഫസ്റ്റ് മൂവി ആണെന്ന് തോന്നുന്നു. പുള്ളി വേറെ ഒരു പടത്തിലും സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം പുള്ളി ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കുന്നുണ്ട് ഭയങ്കര പാടാണ്. കാരണം പല പല ലെയറുള്ള പല പല ക്യാരക്ടേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് പിന്നെ അവരെല്ലാം കൂടി ഒരുമിപ്പിക്കുന്ന രീതിയിൽ ഒരു കോമഡി രീതിയിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ പുള്ളി ഇതിൻ്റെ അത് സക്സസ്ഫുൾ ആയി എന്ന് വേണേൽ പറയാം. പിന്നെ ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷനോടെ വരുമ്പോഴത്തേക്കും ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. അതും ഓവറോൾ നല്ലതായിട്ട്, അതായത് അധികം ഒന്നും ചിന്തിക്കാതെ ചുമ്മാ